നാലപ്പാട്ടെ സാഹിത്യ തറവാട്ടിൽ നിന്നും നമ്മളിലേക്ക് ഇറങ്ങി വന്ന പ്രിയ മാധവിക്കുട്ടിയുടെ വേനലിൻ്റെ ഒഴിവ്. മെലിഞ്ഞ് വികൃതമായി വളഞ്ഞു ശുഷ്കിച്ച കൊമ്പുകളോടു കൂടിയ ഒരു ചെറിയ മരമായിരുന്നു അത്. മഴ തീരെയില്ലാത്ത കാലമായിരുന്നതുകൊണ്ട് അതിൻ്റെ ഇലകൾക്കുമീതെ അരിവാളിൻ്റെ ആകൃതിയിൽ വളഞ്ഞിരുന്ന ഒരു ചുള്ളിക്കൊമ്പിൽ ഒരു എട്ടുകാലി വല തൂങ്ങിക്കിടന്നിരുന്നു. തെക്കേ പറമ്പിൽ മരിച്ചവരെ ദഹിപ്പിക്കുമ്പോൾ നടുന്ന തെങ്ങുകൾക്കിടയിൽ ഒരു വരമ്പിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു ആ മരം. ഞാൻ ഇവിടെ വരേണ്ടവളല്ല, പക്ഷേ എന്നെ നശിപ്പിക്കരുത് എന്ന് ഞങ്ങളോട് അത് പറയുന്നതായി എനിക്ക് തോന്നി. ഞാൻ മുത്തശ്ശിയുടെ ഒപ്പം നടന്ന് തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന മച്ചിങ്ങകൾ എൻ്റെ പാവാടയുടെ മടക്കിൽ നിക്ഷേപിക്കുകയായിരുന്നു. അതെന്ത് മരാ? ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു. മുത്തശ്ശിക്ക് കാഴ്ചശക്തി ചെറുപ്പം മുതൽക്കേ വളരെ കഷ്ടിയായിരുന്നു. അതുകൊണ്ട് കണ്ണുകൾ അല്പം ഇറുക്കിക്കൊണ്ട് അവർ ഞാൻ ചൂണ്ടുന്നിടത്തേക്കു നോക്കി. ഓ, അത് ഞാവലാ. ഞാവലോ? ആ അമ്മു, ഞാവലിമ്പഴം കണ്ടിട്ടില്ലേ? കടും വയലറ്റു നിറത്തില്, കോട്ടിക്കായയുടെ വലിപ്പത്തില്. അമ്മു കണ്ടിട്ടുണ്ടാവില്ല. അത് തിന്നാൻ പറ്റുമോ? പിന്നെ കുറച്ച് ചവർപ്പുണ്ടാവും, മധുരവും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര തിന്നിരിക്കുന്നു. പറഞ്ഞപ്പോ ഒന്നോർമ്മ വരുന്നു. എൻ്റെ കൂടെ പഠിച്ചിരുന്നു ഒരു മഠത്തില് ദേവു. ആ ദേവുവിന് വലിയ കരിനാവായിരുന്നു. എന്നോട് പറയാണ്, കുട്ടിയെ, കുട്ടിയുടെ കണ്ണ് കുപ്പിപ്പിഞ്ഞാണത്തില് ഞാവലിൻ പഴം ഇട്ട പോലെയാ എന്ന്. ഞാൻ കണ്ണു പൊട്ടും തന്നെ വിചാരിച്ചു. അന്നു രാത്രി എനിക്ക് ഉറക്കേ ഉണ്ടായില്ല. മുത്തശ്ശി തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്നിരുന്ന ഒരു കൊതുമ്പ് എടുത്തുകുടഞ്ഞ് വിഷയം മാറ്റി. വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ അരിക്കാനാ. ഞാൻ ആ ഞാവൽ മരത്തിൻ്റെ അടുത്തേക്ക് നടന്നു. അതിൻ്റെ കടയ്ക്കൽ ഒരു മാളമുണ്ടായിരുന്നു. ആ ദേവു എവിടെ? ഞാൻ ചോദിച്ചു. മുത്തശ്ശി ചിരിച്ചു. ദേവു ഒക്കെ മരിച്ചു പോയി. ഇനി ഞാൻ മാത്രമേ ജീവിച്ചിരിക്കണുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പോയി. കാർത്തു, വടക്കേ മുറി ചിന്നമ്മു, മാരാത്തെ കുഞ്ഞു, ഇവരൊക്കെ ആയിരുന്നു മുത്തശ്ശിയുടെ കൂട്ടുകാർ. അവരൊക്കെ മരിച്ചോ? ഇപ്പം മുത്തശ്ശിക്ക് ആരുമില്ല? ഉവ്വോ, ഫ്രണ്ടായിട്ട്. എനിക്ക് മുത്തശ്ശിയോട് കലശലായ അനുകമ്പ തോന്നി. ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ അരക്കെട്ട് കെട്ടിപ്പിടിച്ചു. മുത്തശ്ശിക്ക് ഞാനില്ലേ? ഞാൻ ചോദിച്ചു. അതെ അമ്മു, മുത്തശ്ശിക്ക് അമ്മു മതി. അവർ എൻ്റെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് പറമ്പിൽ നിന്ന് ഇറങ്ങി മുറ്റത്തേക്കെത്തി. എന്താ മുത്തശ്ശിയുടെ കൈ ഇങ്ങനെ? ഞരമ്പ് പൊന്തിയിട്ട്. എൻ്റെ കയ്യിൽ ഞരമ്പേയില്ല. മുത്തശ്ശി കയ്യിലുണ്ടായിരുന്ന കൊതുമ്പ് ഇറയത്തേക്ക് എറിഞ്ഞ് കുളപ്പുരയിലേക്ക് നടന്നു. മുത്തശ്ശിയുടെ സോപ്പിൻ കഷണം വെച്ചിരുന്ന അടപ്പില്ലാത്ത ചുവന്ന പെട്ടിയും ഒരു തോർത്തുമുണ്ടും കുളക്കടവിൽ കല്ലിന്മേൽ ഉണ്ടായിരുന്നു. ഞാനിത് ഇവിടെ വച്ചത് തീരെ മറന്നുട്ടോ. മുത്തശ്ശി സോപ്പെടുത്തു നോക്കിക്കൊണ്ട് പറഞ്ഞു.
കാക്ക കൊണ്ടുവാഞ്ഞത് ഭാഗ്യം. കാക്ക സോപ്പ് തിന്നോ? തിന്നില്ല, പക്ഷേ ഭംഗി കണ്ട കൊത്തിക്കൊണ്ടുപോവും. ഞാൻ വിചാരിച്ചു, മുത്തശ്ശി എന്തു വിഡ്ഢിയാണ്. മുത്തശ്ശിയുടെ സോപ്പിംഗ് കഷണത്തിന് യാതൊരു ഭംഗിയുമില്ലല്ലോ. പിന്നെ എന്തിനാണ് അത് കാക്ക കൊണ്ടുപോകുമെന്ന് വിചാരിക്കുന്നത്? കാക്കയ്ക്ക് തേഞ്ഞു തേഞ്ഞ് ഒരു ചെറിയ ഓട്ടിൻ കഷണം പോലെ ആയിക്കഴിഞ്ഞ ഈ സോപ്പ് ഇഷ്ടപ്പെടുമോ? കാക്കയ്ക്ക് ഭംഗി അറിയും ഇല്ലേ? ഞാൻ ചോദിച്ചു. കാക്കയ്ക്ക് ഭംഗിയൊക്കെ അറിയും. സംശയമുണ്ടോ? ഇല്ലെങ്കിൽ അവിറ്റ എണ്ണയോടം കണ്ടാൽ കൊത്തിപ്പറക്കണത് എന്തിനാ? പക്ഷികൾക്ക് നല്ല ബുദ്ധിയുണ്ട് അമ്മോ. മനുഷ്യന്മാരെക്കാളും വിവരവും തൻ്റെടവും അവയ്ക്കാ. അതെന്താ? അങ്ങനെയാ, അതന്നെ. മുത്തശ്ശി എൻ്റെ കുപ്പായം ഊരിയെടുത്ത് വെള്ളത്തിൽ മുക്കി കല്ലിന്മേൽ വെച്ചു. എന്നിട്ട് തിരുമ്പുന്ന സോപ്പ് പതച്ച് അതിന്മേൽ തേച്ചു തുടങ്ങി. മുത്തശ്ശി, ഞാൻ സ്കൂള് തുറന്ന് കൽക്കട്ടയ്ക്ക് പോയാൽ മുത്തശ്ശിയുടെ കൂടെ കുളത്തിലേക്ക് ആരാ വരിക? ആരുണ്ടാവില്ല അമ്മോ. അപ്പോ മുത്തശ്ശിക്ക് പേടിയാവില്ലേ? മുത്തശ്ശി തുണി തിരുമ്പുന്നതു നിർത്തി എൻ്റെ മുഖത്തേക്ക് തലയുയർത്തി നോക്കി ചിരിച്ചു. മുത്തശ്ശിക്ക് പേടിയാവില്ല അമ്മോ. മുത്തശ്ശി കുട്ടിയല്ലല്ലോ. മുത്തശ്ശിക്ക് എത്ര വയസ്സായിന്നറിയോ? ഞാൻ തലയാട്ടി. 68. ഈ ചിങ്ങത്തില് 69 മുത്തശ്ശി എപ്പോഴാ മരിക്കുക? എപ്പോഴാന്ന് എങ്ങനെയാ അറിയുക? ദൈവത്തിന് തോന്നുമ്പോ അങ്ങോട്ട് കൊണ്ടുപോവും. അതന്നെ. ഈ തറവാട്ടില് ആരും ഇത്ര കാലം ജീവിച്ചിരുന്നിട്ടില്ലാട്ടോ. അമ്മ മരിച്ചത് 40-ാം വയസ്സിലാണ്. അമ്മ 45-ല്. അമ്മമ്മേം 50 ആവണേൻ്റെ മുമ്പേ പോയി. പിന്നെ കമലം. ഞാൻ മാത്രം മരിക്കണമില്ല. എന്തൊക്കെ അനുഭവിപ്പിക്കാനാണാവോ ഈ മഹാപാപിയെ ഇങ്ങനെ ഇരുത്തിയിരിക്കണേ. മുത്തശ്ശി മുണ്ടിൻ്റെ ഒരു തലപ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ചു. മൂക്ക് ശബ്ദത്തോടെ ചീറ്റി. മുത്തശ്ശി അടുത്തു മരിക്കോ? മുത്തശ്ശി ചിരിക്കുവാൻ ശ്രമിച്ചു. അവരുടെ പല്ലുകൾ തേഞ്ഞും ചുവന്നുമിരുന്നു. അവരുടെ വായിൽ നിന്ന് വെറ്റിലയുടെയും കളിയടക്കയുടെയും സുഗന്ധം ഇടയ്ക്കിടയ്ക്ക് പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഞാൻ അവരുടെ കഴുത്തിൽ കൈയിട്ട് എൻ്റെ മുഖം അവരുടെ കവിളത്തമർത്തിക്കൊണ്ട് ഉറക്കെ യാചിച്ചു. മരിക്കില്ലാന്ന് പറയോ? മുത്തശ്ശി മരിക്കില്ലാന്ന് പറയോ? എന്നോട് സത്യം ചെയ്യണം മരിക്കില്ലാന്ന്. മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ശരി അമ്മോ, ശരി, മുത്തശ്ശി മരിക്കില്ല. എന്നാൽ പോരെ. ഇന്നത്തെ കൊല്ലം വരുമ്പോഴേക്കും അമ്മു ഇത്തിരി കൂടി വലുതായിട്ടുണ്ടാവും, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയോ? മുത്തശ്ശി വലുതായിട്ടുണ്ടാവോ? മുത്തശ്ശി ചിരിച്ചു. മുത്തശ്ശി ഇനി വലുതാവോ?
മുത്തശ്ശിനി ചെറുതാവാ ചെയ്യ, ചുളിഞ്ഞ് ചുളിഞ്ഞ് ചെറുതാവാ, അതന്നെ. എനിക്ക് പെട്ടെന്ന് ആ ചെറിയ ഞാവൽ മരത്തെപ്പറ്റി ഓർമ്മ വന്നു. മുത്തശ്ശി, ആ ഞാവൽ മരമില്ലേ, ഞാവൽ മരം, അത് എത്ര കാലായി ഉണ്ടായിട്ട്? അതാരാ നട്ടത്? ആരാ നട്ടത് എനിക്കറിയില്ലേ. ഞാൻ ഓർക്കുമ്പോഴൊക്കെ അതവിടെ ഉണ്ട്. അതിന്മേല് പഴം ഉണ്ടാവോ? ഇനി പഴം ഉണ്ടാവോ അമ്മോ? എനിക്കറിയില്ലേ. ഉണ്ടായാൽ തന്നെ വലുതാവില്ല, തീർച്ച. അതെന്താ? അതങ്ങനെയാ, അതെന്നെ. മുത്തശ്ശി, എന്താ അമ്മോ? ഒരു പക്ഷേ ഞാൻ ഇനിയത്തെ കൊല്ലം വരുമ്പോ അതില് പഴണ്ടാവും. എന്നിട്ട് ഞാനും മുത്തശ്ശിയും കൂടി അത് പൊട്ടിച്ചു തിന്നും. വണ്ടിയിലേക്ക് എൻ്റെ ചെറിയ തോൽപ്പെട്ടിയും ശങ്കുണ്ണി നായർ തന്ന മലയാള പുസ്തകവും എടുത്തു വച്ചതിനു ശേഷം അച്ഛൻ വാതിക്കൽ വന്നു നിന്നു. മുത്തശ്ശിയുടെ മുഖം വല്ലാതെ തുടുത്തിരുന്നു. അങ്ങട് വരില്ലാന്ന് ശപഥം ചെയ്തിട്ടൊന്നുമില്ലല്ലോ, മുത്തശ്ശി പറഞ്ഞു. എനിക്ക് മകളായിട്ടും മകനായിട്ടും എല്ലാം അവളെ ഉണ്ടായിരുന്നുള്ളൂ. അവള് പോയി. എന്നാലും മകന്റെ സ്ഥാനം നിങ്ങൾക്ക് പോവില്ലാലോ. മുത്തശ്ശി തൻ്റെ വേഷ്ടിയുടെ അറ്റമെടുത്ത് മൂക്ക് ചീറ്റി മുഖം തുടച്ചു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വരാം, ഇനിയത്തെ കൊല്ലം വരാം. സത്യം, എനിക്ക് ധൈര്യം പോരാഞ്ഞിട്ടാണ്, അല്ലാണ്ടൊന്നല്ല. ഞങ്ങളൊന്നിച്ച് എല്ലാ കൊല്ലവും കടന്നു വന്നിരുന്ന ആ വീട്ടില് ഇപ്പോൾ ഞാൻ തനിച്ചു വന്ന് കയറുമ്പോൾ, അമ്മ തെറ്റിദ്ധരിക്കരുത്, എൻ്റെ മനസ്സിന് കരുത്തില്ല. തെറ്റിദ്ധരിക്കില്ല, നിങ്ങളെ ആരെയും ഞാൻ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. എൻ്റെ കുട്ടിയോളെ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. വണ്ടി ഇളകി തുടങ്ങിയപ്പോൾ അച്ഛൻ ജനവാതിലിൻ്റെ ചില്ലുകൾ ചുവട്ടിലേക്കിട്ടു. അച്ഛാ. എന്താ മോളെ? മുത്തശ്ശി ഇനിയത്തെ കൊല്ലമാവുമ്പോഴേക്ക് മരിക്കോ? ഇല്ല. മരിക്കില്ലേ? മുത്തശ്ശി മരിക്കില്ല. സത്യം? അച്ഛൻ എന്നെ എടുത്ത് മടിയിൽ വെച്ച് എൻ്റെ മുഖത്ത് ഉമ്മ വെച്ചു. എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോടെ എന്നെ നോക്കിക്കൊണ്ടു പറഞ്ഞു, ഞാൻ സത്യം ചെയ്യാം, മോളുടെ മുത്തശ്ശി ഒരിക്കലും മരിക്കില്ല. തീവണ്ടിയുടെ ചക്രങ്ങൾ ഗർജിച്ചു. മരിക്കില്ല, മരിക്കില്ല.